എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോകു അവനാണെങ്കിൽ ആ 3 വർഷത്തിന് ശേഷമുള്ള മാർഷൽ ആർട്സ് ടൂർണമെന്റ് അതിൽ മത്സരിക്കാനായിട്ട് ഇപ്പോൾ ബ്ലാക്ക് മാനുമായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. അവൻ്റെ പുതിയ പാർട്ണർ അത് ബ്ലാക്ക് മാൻ ആണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ കണ്ണുകെട്ടി ഇപ്പോൾ ഗോകു ആയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമും ട്രെയിനിങ്ങും ചെയ്യാനായിട്ട് തുടങ്ങും. ഗോകു ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് ഉഷാറായിട്ട് ഓടും. പക്ഷെ ബ്ലാക്ക് മാൻ അദ്ദേഹമാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗോകുവിന്റെ സോള് അതിനെ സെൻസ് ചെയ്ത് അവനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അങ്ങനെ തൂക്കിയെടുത്ത് നിലത്താഞ്ഞടിക്കും. ഗോകു ആണെങ്കിൽ ഷോക്കായി, നിങ്ങൾ വളരെ സ്പീഡാണ്, ഒരു എളുപ്പത്തിൽ സ്പീഡിലും നിങ്ങൾക്ക് എങ്ങനെ എന്നെ കണ്ടെത്താനായിട്ട് കഴിയുന്നു ചോദിക്കും. അതിനാള് പറയും, ഞാൻ നിന്റെ സോളിനെ മനസ്സിലാക്കി കഴിഞ്ഞു, കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്കത് പറ്റുമെന്ന് പറഞ്ഞ് ഗോകുവിന്റെ കണ്ണ് കെട്ടി ഇപ്പോൾ അവർ കളിക്കുകയാണ്. ഗോകു ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആളുടെ സോള് അത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അതിന് ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവൻ്റെ കെട്ടഴിച്ച് അവനെ പറഞ്ഞ് മനസ്സിലാക്കും, നിന്റെ മെൻ്റൽ സ്ട്രെങ്ത് അത് വളരെ വീക്കാണ്, ആദ്യം നീ മെൻ്റലി സ്ട്രെങ്തൻ ആവണം. സോ മറ്റുള്ളവരുടെ സോൾ പവർ അത് കണ്ടെത്താനുള്ള കഴിവ് അത് നിനക്ക് വേണമെന്ന് പറഞ്ഞ് അവന് മറ്റൊരു ട്രെയിനിങ് കൊടുക്കും. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ കടന്നു വന്ന ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആ വലിയ പർവ്വതം അതങ്ങനെ പൊട്ടിത്തെറിച്ച് ഇപ്പം ലാവ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ജനങ്ങളെല്ലാവരും അത് കണ്ട് പാനിക്കാവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ മാനോട് പറയും, ഇങ്ങനൊരു അവസരത്തിൽ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ആ ലാവ അത് ഡൈവേർട്ട് ചെയ്യണം, അതല്ല എങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളും എല്ലാവരും നശിക്കും. പക്ഷെ ഹാൻസം ബോയ്ക്ക് അതെങ്ങനെ തടയുമെന്ന് അറിയില്ല. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവിടേക്ക് ഓടും. ആളുടെ തൊട്ട് പിന്നാലെ ഹാൻസം ബോയും കുഞ്ഞിപ്പയ്യനും മൊട്ടപ്പനും ഓടും. ക്യാമറ സൂം ചെയ്ത് ഇപ്പൊ മൗണ്ടെയിൻ കാണിക്കും. അത് വീണ്ടും വീണ്ടും ശക്തിയായിട്ട് പൊട്ടി അതിൽ നിന്ന് കൂടുതൽ ലാവ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ചുറ്റും ഉണ്ടായിരുന്ന പച്ച മരങ്ങൾ അതുപോലും തകർന്നു വീണ് മരങ്ങളിലാണെങ്കിൽ നല്ല ഫോഴ്സിൽ തീ അങ്ങനെ ആളിപ്പടരും. ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാവരും അവരുടെ സാധനങ്ങൾ വളരെ വേഗത്തിൽ പാക്ക് ചെയ്ത് ആനിമൽസുമായി പുറത്തേക്ക് ഉഷാറായിട്ട് ദൂരത്തായിട്ട് തകർന്നു കിടക്കുന്ന ആ ശില കാണിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് ആ ഗ്രാമുഖ്യനാണെങ്കിൽ ആ ശിലയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, ദയവ് ചെയ്ത് ഞങ്ങൾ കരുണ ഉണ്ടാവണം, ആ ലാവ അത് ഗ്രാമത്തിലേക്ക് പതിക്കാതെ എങ്ങനെയെങ്കിലും തടയണം, അത് ഗ്രാമത്തിലേക്ക് പതിച്ചാൽ ഗ്രാമം മുഴുവനായിട്ടും ഇല്ലാതാവും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ എൽഡറിനെ പിടിച്ചു വലിക്കുകയാണ്, ദയവ് ചെയ്ത് എന്നോടൊപ്പം വരൂ, ഇനി ഇവിടെ നിന്ന വലിയ ആപത്താണ്, ആ ലാവ അത് എത്രയും വേഗം ഇവിടേക്ക് വരും. എൽഡർ ആണെങ്കിൽ അവിടുന്ന് വരാനായിട്ട് തയ്യാറാവില്ല. ആ ഒരു ഫൈറ്റർ അവിടേക്ക് വന്ന് പറയും, അദ്ദേഹം അവിടുന്ന് വരാനായിട്ട് തയ്യാറാവില്ല. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ടെൻഷനായിട്ട്, നമ്മളിനി എന്ത് ചെയ്യും, ആ മുട്ടപ്പന ടീമും അവരെ കൊണ്ട് ആ ലാവ തടയാൻ കഴിയോ? അതിന് ഫൈറ്റർ പറയും, ഒരിക്കലുമില്ല, ആ ഒരു വലിയ മൗണ്ടെയിൻ അത് നമ്മളോട് കോപിച്ചിരിക്കുകയാണ്, സോ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും. ആ മണ്ടന്മാർക്ക് അതിന്റെ ശക്തി എന്താണെന്ന് അറിയില്ല. കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ മലയിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മൊട്ടപ്പനും ഹാൻസം ബോയും മാർഷൽ ആർട്സ് മാനോട് ചോദിച്ചു കൊണ്ടേയിരിക്കും, നമ്മളെ കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കൂടുതലായിട്ടൊന്നും ചിന്തിക്കില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കട്ട് ചെയ്ത ഇവിടെ ആ ബ്ലാക്ക് മാൻ ആളാണെങ്കിൽ ഇതുണ്ടാക്കി ഗോകുവിന്റെ ഓരോ ഭാഗത്തൂടെയും അങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഗോകുവിനാണെങ്കിൽ ആളെ ഫൈൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാനിതിൽ തോറ്റു. അടുത്ത നിമിഷം ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഗോകുവിനൊരു പഞ്ച് കൊടുക്കുകയാണ്. അവന്റെ കെട്ടഴിച്ച് ഇപ്പൊ ഗോകുവിനോട് പറയും, നിനക്ക് ടച്ചിലൂടെ മാത്രമേ വിഷ്വൽ എനർജി അത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുള്ളൂ, അങ്ങനെ പോരാ, ആണ് നിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്, നീ മൈൻഡിലൂടെ മറ്റുള്ളവരുടെ സ്പിരിച്വൽ എനർജി അത് മനസ്സിലാക്കാൻ പഠിക്കണം, അതാണ് ആദ്യം നീ പഠിക്കേണ്ടത്. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ആ മൗണ്ടെയിന്റെ പകുതി എത്തിക്കഴിഞ്ഞു. അടുത്ത നിമിഷം വീണ്ടും അത് വലിയ ശബ്ദത്തിൽ പൊട്ടുകയാണ്. ഹാൻസം ബോയും മൊട്ടപ്പനും ആണെങ്കിൽ ആ ശബ്ദം കേട്ട് താഴേക്ക് കിടന്ന് അങ്ങനെ തല താഴ്ത്തി പിടിക്കും. പക്ഷേ മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും ആണെങ്കിൽ അവരുടെ പവർ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയരുകയാണ്. അവരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ ആ ഒരു ഭാഗം രണ്ടായിട്ട് പിളരും. മൊട്ടപ്പനാണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. പക്ഷെ അടുത്ത നിമിഷം കുഞ്ഞിപ്പയ്യൻ അവൻ മൊട്ടപ്പനെ തൂക്കിയെടുത്ത് സേഫായ ഒരു സ്ഥലത്തേക്ക് കടന്നു വരും. ജസ്റ്റ് മിസ്സാണ്, അതല്ല എങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. ഇവിടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വീണ്ടും ആ എൽഡറിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനാള് പറയും, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും ഇല്ല, എന്റെ ദൈവത്തോട് എനിക്ക് മാപ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഗ്രാമത്തെ തിരികെ പിടിക്കണം. അവളാണെങ്കിൽ അദ്ദേഹത്തോട് ദേഷ്യപ്പെടും, ഇപ്പോഴെങ്കിലും ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഒരിക്കലും ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, ഇവിടെ നിന്ന അങ്ങയുടെ ജീവന് പോലും ആവത്താണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓൾമോസ്റ്റ് ലാവ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ സെക്ഷനാണ് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ അവയുടെ അടുത്തേക്ക് ഓടി വന്ന് ഇപ്പൊ അവന്റെ ഹാമേ പവർ ഉപയോഗിക്കും. അവനെ കൊണ്ട് അല്പനേരം അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതാണെങ്കിൽ വീണ്ടും അവർ നേരെ ഫോഴ്സിൽ അലയടിച്ചു വരികയാണ്. മാൻ ആണെങ്കിൽ മൊട്ടപ്പനോട് വിളിച്ചു പറയും, ഗുഡ് ട്രൈ, അടുത്തത് എന്റെ ചാൻസ് ആണ്, നിങ്ങൾ എല്ലാവരും ഈ മൗണ്ടെയിന്റെ മുകളിലിരുന്ന് അത് കാണാൻ പറഞ്ഞ് അവരെ മൗണ്ടെയിന്റെ മുകളിലേക്ക് അയക്കും. മാൻ ആണെങ്കിൽ ആളുടെ പവർ ഉപയോഗിച്ച് ഒരു ചെറിയ മൗണ്ടെയിൻ അവിടെ തകർത്തിടും. അതിനുശേഷം അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ദയനീയമായിട്ട് പരാജയപ്പെട്ട് ലാവ ഇപ്പോൾ രണ്ട് ഭാഗത്തോടെ ഗ്രാമത്തിലേക്ക് പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ അത് കണ്ട് ഗ്രാമത്തിലുള്ളവരെ രക്ഷിക്കാൻ താഴേക്ക് ഓടും.
മാനാണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോൾ ദൂരത്തായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണുകയാണ്. എനിക്കൊരു ബുദ്ധി തോന്നുന്നു പറഞ്ഞ് അവനിപ്പോൾ ആ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഓടും. മുത്തപ്പനാണെങ്കിൽ നിർത്താതെ താഴേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്ത് ഗ്രാമത്തിലുള്ളവരെ രക്ഷിക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. ഇവിടെ മാർഷൽ ആർട്സ് മാൻ പവർ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ആ ലാവയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ലാവ സ്റ്റോപ്പ് ചെയ്യുക എന്നതാണ് അവന്റെ ലക്ഷ്യം. മുത്തപ്പനാണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടി ഇപ്പൊ ആ വില്ലേജിലേക്ക് കടന്നു വരും. അവൻ ആ വില്ലേജിന്റെ മുക്കിലും മൂലയിലും അന്വേഷിക്കും ആരെങ്കിലും അവിടെ ഉണ്ടോന്ന് അറിയാനായിട്ട്. അപ്പൊ അവൻ കാണും ആ ഒരു വലിയ ശില്പത്തിന്റെ അടുത്തായിട്ട് ആ ഗ്രാമമുഖ്യനും കുഞ്ഞിപ്പെണ്ണും ആ ഒരു ഫൈറ്ററും. അപ്പനാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണോട് പറയും, ഓ നോ, നിങ്ങളിത് കാണുന്നില്ലേ ആ ലാവ, അത് എത്രയും വേഗം ഗ്രാമത്തിലേക്ക് എത്തും, നിങ്ങൾ ഇവിടുന്ന് ഉടൻ തന്നെ പോകണം. അതിനാ കുഞ്ഞിപ്പെണ്ണ് പറയും, ഞാൻ ഒരുപാട് നേരമായി ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ ഇദ്ദേഹം ഗ്രാമം വിട്ട് വരാനായിട്ട് തയ്യാറാവുന്നില്ല. അതിനാ എൽഡർ പറയും, ഞാൻ പ്രാർത്ഥിച്ച ഉറപ്പായാലും മൗണ്ടെയിൻ കേൾക്കും, അതല്ല എങ്കിൽ ഈ ഗ്രാമത്തോടൊപ്പം ഞാനും ഇല്ലാതാവുമെന്ന് പറയും. ആ ഫൈറ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ ആരുടെയും ഹെൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഒരു ഔട്ട്സൈഡേഴ്സും വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടെന്ന് പറയും. അടുത്ത നിമിഷം ഭീമമായിട്ട് അത് പൊട്ടുകയാണ്. ഇവിടെ മാനും കുഞ്ഞിപ്പയ്യനും ചേർന്ന് ആ ലാവ ഒഴുകി വരുന്ന സ്ഥലത്ത് വലിയൊരു ദ്വാരം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരുപാട് ലാവ ആ ദ്വാരത്തിലേക്ക് പോവുമെങ്കിലും വീണ്ടും നല്ല ഫോഴ്സിൽ ലാവ അവിടേക്ക് ഒഴുകി വന്ന് ഗ്രാമത്തിലേക്ക് വീണ്ടും ഒഴുകാനായിട്ട് തുടങ്ങും. മുത്തപ്പനാണെങ്കിൽ മുകളിലേക്ക് നോക്കും. ഓൾമോസ്റ്റ് ആ ലാവ ഇപ്പോൾ ഗ്രാമത്തിലേക്ക് എത്താനായി കഴിഞ്ഞു. അവനാണെങ്കിൽ അടുത്തുണ്ടായിരുന്ന വലിയൊരു പാറ അത് നീക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് എല്ലാവരും ഞെട്ടും. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ പാറ നീക്കുകയാണ്. അതേസമയം ഇവിടെ ഗോക്കു ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ബ്ലാക്ക് മാന്റെ സോള് അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പറ്റില്ല. അവനാണെങ്കിൽ ആ ഒരു തുണി അഴിച്ചു നോക്കും. അവന്റെ തൊട്ട് താഴെ ആ ബ്ലാക്ക് മാൻ ഉണ്ട്. കട്ട് ചെയ്ത ഇവിടെ പോയി അവനാണെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് വന്ന് ഹാമേ പവർ ഉപയോഗിച്ച് അവിടെ മുഴുവൻ തകർക്കുകയാണ്. വെള്ളമാണെങ്കിൽ ഇപ്പോൾ ഓരോ ഭാഗത്തേക്ക് സ്പ്രെഡായി ആ ഗ്രാമത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു വെള്ളക്കെട്ട് മുഴുവനായിട്ടും തകർത്ത് ആ വെള്ളം മുഴുവനും ഇപ്പോൾ ആ ലാവയുടെ മുകളിലേക്ക് ഒഴുകി ഗ്രാമത്തിലുള്ള ഗ്രാമത്തിലേക്ക് പ്രവഹിച്ച ലാവ അത് മുഴുവൻ ഇല്ലാതാവുകയാണ്. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഗ്രാമമുഖ്യനാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിനോട് താങ്ക്സ് പറയും. കാരണം അവള് മൂലമാണ് നമ്മുടെ ആൾക്കാർ അവിടേക്ക് വന്നതും അവരെ ഹെൽപ്പ് ചെയ്തതും. പക്ഷെ ആ ഫൈറ്ററിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവനാണെങ്കിൽ അറഗന്റായി ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ വന്നതുകൊണ്ടാണ് ദൈവത്തെ പോലെ കണ്ട ആ ഒരു മൗണ്ടെയിൻ അത് പൊട്ടിത്തെറിച്ചത്. സോ എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് പോകണം. അവനത് പറയുന്ന അതേ സമയം ഇവിടെ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ വീണ്ടും ഞെട്ടും. അവൻ വിളിച്ചു പറയും, ഇത് അവസാനിച്ചിട്ടില്ല, ആ പാറ അത് വീണ്ടും പൊട്ടാനായിട്ട് പോവാണ്. അവനത് പറയുമ്പോഴേക്കും ആ പാറ വലിയ ശബ്ദത്തിൽ പൊട്ടി ഇപ്പോൾ ലാവ പുറത്തേക്ക് ഒഴുകും. ആ ഫൈറ്ററും കുഞ്ഞിപ്പെണ്ണും ചേർന്ന് ആ എൽഡറിനെ അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അതേ സമയം ഒരു വലിയ കല്ല് അവർക്ക് നേരെ വരികയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ കല്ല് തവിട് പൊടിയാക്കും. ഫൈറ്ററിന് മനസ്സ് മാറി അവനിപ്പോ നമ്മുടെ ആൾക്കാരോട് സോറി പറയാണ്. ആ സമയം വീണ്ടും ആ പാറ അത് ഉറക്കെ പൊട്ടി അതിനകത്ത് നിന്ന് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരും. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ വിളിച്ചു പറയും, ഇനി നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഓൾറെഡി എല്ലാം തന്നെ നമ്മുടെ കൈവിട്ട് പോയിരിക്കുകയാണ്. പക്ഷെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ തീർത്ത് പറയും, ഉറപ്പായാലും ഇത് തടയും, എന്നെ കൊണ്ട് അതിന് പറ്റും. അതിന് ഹാൻസം ബോയും മൊട്ടപ്പനും കട്ടയ്ക്ക് സപ്പോർട്ട് കൊടുക്കും. അടുത്ത നിമിഷം അവരെല്ലാവരും അവരുടെ പവർ കമ്പൈൻ ചെയ്ത് അടുത്തുണ്ടായിരുന്ന ഒരു മലയിൽ ആഞ്ഞടിപ്പിക്കുകയാണ്. ആ മല തകർന്ന് ഇപ്പൊ ആ ലാവയ്ക്കിടയിലേക്ക് വീഴും. ലാവയാണെങ്കിൽ ഗ്രാമത്തിലേക്ക് വരാതെ അങ്ങനെ ഡൈവേർട്ടായി മറ്റൊരു ദിശ ലക്ഷ്യമാക്കി ഒഴുകിപ്പോവും. ആ ഗ്രാമവും അവിടെയുള്ള ജനങ്ങളും എല്ലാവരും സേഫായി. അവരാണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ആണെങ്കിൽ മൊട്ടപ്പനോട് താങ്ക്സ് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ മേ വി മല്ലു എപ്പിസോഡ്.